റൂബൻ അമോറിം സാക്ക്. ഇപ്പോൾ ഒട്ടുമിക്ക മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിൻ്റെയും ആഗ്രഹം അതാണ്, റൂബൻ അമോറിം സാക്ക്. ആ ന്യൂസ് കേൾക്കാനാണ് ഒട്ടുമിക്ക മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസും ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു പ്രീമിയർ ലീഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മളാകെ ജയിച്ചിട്ടുള്ളത് ആകെ കൂടി 2 മത്സരത്തിലാണ്. ഒന്ന് ബേൺലി ആയിട്ട്, പിന്നെ ലാസ്റ്റ് ചെൽസി ആയിട്ട്. നമ്മൾ ആഴ്സണലായിട്ട് തോറ്റു, സിറ്റി ആയിട്ട് തോറ്റു, ഇപ്പോൾ ലാസ്റ്റ് ബ്രെൻഫോർഡായിട്ട് തോറ്റു. 33 മത്സരങ്ങളാണ് റൂബൻ അമോറിമിൻ്റെ കീഴിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിച്ചിട്ടുള്ളത്. അതിൽ 19 മത്സരത്തിൽ തോറ്റു. 19 മത്സരത്തിൽ തോൽവിയാണ്. ഇങ്ങനെയുള്ള സിനാരിയോയിലെ റൂബൻ അമോറിം സാക്ക് എന്ന് വിളിക്കുന്നതിൽ ലോജിക്കുണ്ടോ എന്ന് വെച്ചാൽ ലോജിക്കുണ്ട്. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലത്തൊരു ക്ലബ്ബ് ഇങ്ങനെ ഈ രീതിയിൽ പ്ലേ ചെയ്താൽ പോരാ, അല്ലെങ്കിൽ ഈ രീതിയിൽ കളിച്ചാൽ പോരാ. കൃത്യം 1 വർഷം മുമ്പ് നമ്മൾ ഇതേ ഒരു സിനാരിയോയിൽ കൂടെ പോയതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അന്ന് ടെൻ ഹാഗിൻ്റെ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല പുള്ളി. അല്ലെങ്കിൽ പുള്ളിക്കൊരു സിസ്റ്റം ഉണ്ടായിരുന്നു, പുള്ളി അയാക്സിൽ ആ സിസ്റ്റത്തിൽ വളരെ ബ്രില്യൻ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളീനെ നമ്മൾ കൊണ്ടുവന്നത്. പക്ഷെ പുള്ളി ആ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല. പുള്ളി ഡിഫെൻസീവായിട്ട് കളിക്കുന്നു, അല്ലെങ്കിൽ പുള്ളി കൂടുതലായിട്ടും പുള്ളിയുടെ ഫേവറേറ്റ്സിനെ യൂസ് ചെയ്യുന്നു. അങ്ങനെ എറിക് ടെൻ ഹാഗ് എങ്ങനെയൊക്കെയോ പറഞ്ഞ് അവസാനം സാക്കഡാക്കി. എന്നിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് അമോറിമിനെ. പുള്ളി ശരിയാണ്, പുള്ളി ഇവിടെ വരുമ്പോൾ പുള്ളിയുടെ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള പ്ലേയേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാം ടെൻ ഹാഗിൻ്റെ ഫേവറേറ്റ് പ്ലേയേഴ്സും പിന്നെ നമ്മൾ പറയുന്ന ബോംബ് സ്ക്വാഡായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പുള്ളി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ തുടക്കത്തിൽ ഒരുപാട് സമയം നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പുള്ളിക്ക് സമയം കൊടുക്കണം, പുള്ളിയുടേതായ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ടൈം കൊടുക്കണം. അങ്ങനെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞു. പുള്ളിക്ക് പറയുന്ന ഒരുവിധം എല്ലാ പ്ലേയേഴ്സിനും കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. മിഡ്ഫീൽഡറെ കൊടുത്തിട്ടില്ല, ഒരു സ്ട്രൈക്കറെ കൊടുത്തിട്ടുണ്ട്, അറ്റാക്കിങ്ങിൽ 2 അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സിനെ കൊടുത്തിട്ടുണ്ട്, നമ്പർ 10 ആയിട്ടുള്ള 2 പേര്. ബ്രൂണോ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ 2 പേരെ കൊടുത്തിരിക്കുന്ന ആലോചിക്കണം. ശരിക്കും സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബ്രൂണോ സെയിൽ ചെയ്യാനായിരുന്നു. ബ്രൂണോനെ അൽ ഇത്തിഹാദിൻ്റെ ഓഫർ വന്നപ്പോൾ 100 മില്യണിന് സെയിൽ ചെയ്യാനായിരുന്നു. ആ സെയിൽ ചെയ്യണ എമൗണ്ടിൽ ഒരു നല്ല മിഡ്ഫീൽഡർ ബലേബയ്ക്ക് പോയിരുന്നു. ഇതിപ്പോൾ ബ്രൂണോനെ എന്തായാലും സെൻട്രൽ മിഡ്ഫീൽഡിൽ കളിപ്പിക്കാൻ പറ്റില്ല. എന്നിട്ട് മത്തയസ് ക്യൂനിയെയും എംബൂമേനെയും പിക്ക് ചെയ്തിട്ടുണ്ട്. അവർ 2 പേരും ഇനി എന്തായാലും കളിപ്പിക്കാതിരിക്കാനും പറ്റത്തില്ല. ഇതാണ് ഒരു പ്രോപ്പർ സെൻട്രൽ മിഡ്ഫീൽഡർ ഇല്ല ടീമിൽ. ക്രിയേറ്റീവായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറും ഒരു സെൻട്രൽ മിഡ്ഫീൽഡറും രണ്ടുമില്ല. എനിക്കറിയാൻ പാടില്ല, ഇത് കോബി മൈനുവിനെ ടീമിൽ വെച്ചിട്ട് പുള്ളി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. റിപ്പീറ്റ് ചെയ്ത്, അതായത് നമ്മൾ 1 കളി തോറ്റു, 2 കളി തോറ്റു, 3 കളി തോറ്റു, വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് സെയിം സിറ്റുവേഷൻ. എവ്രി വൺ, അതായത് യുണൈറ്റഡിൻ്റെ പിന്നിലുള്ള എല്ലാവരും സെയിം പാറ്റേൺ പറയുന്നുണ്ട്. അത് മുൻ കോച്ചസ് ആയിക്കോട്ടെ, ലെജൻസ് ആയിക്കോട്ടെ, പ്ലേയേഴ്സ് ആയിട്ട്, ഈവൻ ദോ സം പ്ലേയേഴ്സ് അവർ വരെ പറയുന്നുണ്ട് ബ്രൂണോ സെൻട്രൽ മിഡ്ഫീൽഡിൽ പറ്റത്തില്ല. പക്ഷെ പുള്ളിക്കാരൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവില്ല. കാരണം ആൾ പിടിച്ച മൊയിലിൻ്റെ 4 മുമ്പ് എന്ന് പറഞ്ഞ പോലെ പുള്ളി ഫോർമേഷൻ ചേഞ്ച് ചെയ്യില്ല, പുള്ളി ബ്രൂണോനെ കളിപ്പിക്കാതിരിക്കില്ല, വേറെ മൈനുവിനൊരു സ്റ്റാർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സം എക്സ്പീരിമെൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു അവസരം കൊടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഒരു ടൈം. ഇത് നെവർ ചേഞ്ച്. അങ്ങനെ ഒരു കട്ടും പിടുത്തമായിട്ട് ഇരിക്കുന്ന എന്തായാലും എനിക്ക് തോന്നുന്നില്ല പുള്ളി ഇനി ഇപ്പോൾ സെൻട്രൽ ലണ്ടൻ്റെ അടുത്തിലാണ് ഈ സാറ്റർഡേ മാച്ച് വരുന്നത്. അതിലൊരു തീരുമാനമായി കഴിഞ്ഞാൽ ഉറപ്പാണ് ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ തന്നെ പുള്ളിയുടെ കാര്യത്തിൽ തീരുമാനം. പിന്നെ നമ്മൾ ഇനി വരാൻ പോകുന്നത് കുറേ മാനേജേഴ്സിൻ്റെ പേര് ഇപ്പം തന്നെ ലീക്കഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പം തന്നെ റൂമേഴ്സിൻ്റെ ബഹളമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വരാൻ പോകുന്ന മാനേജറിനെ കുറിച്ച്. സിന്നദീൻ സിദ്ദാൻ, സാവി,
അതുപോലെ തന്നെ ഇപ്പോൾ ക്രിസ്റ്റൽ പാലസിൻ്റെ മാനേജറായിട്ടുള്ള ക്ലയൻസർ, അതുപോലെ തന്നെ ബോൺമൗത്തിൻ്റെ മാനേജർ, പിന്നെ സൗത്ത് ഗേറ്റ്. പോരാ, സൗത്ത് ഗേറ്റ്. എനിക്ക് തോന്നുന്നത് ക്രിസ്റ്റൽ പാലസിൻ്റെ മാനേജർ ക്ലയൻസർ പുള്ളിയുടെ ഇതിൽ ഓക്കെ ആയിരിക്കും ഒരു ടോക്ക് പല സ്ഥലത്തും നടക്കുന്നുണ്ട്. കാരണം പുള്ളി 3-4-3 ആണ് കളിക്കുന്നത്. പുള്ളിക്ക് അത് പ്രീമിയർ ലീഗിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പുള്ളി അതിൽ സക്സസ് ആയിട്ടുണ്ട്. സോ പുള്ളി ഇവിടെ വന്ന് 3-4-3 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെയാണ് പറയുന്നത്. പുള്ളി 3-4-3 അവിടെ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ പ്ലേയേഴ്സിന് നോക്കണം. അവിടുത്തെ പ്ലേയേഴ്സിൽ എന്തായാലും ബ്രൂണോയും ഈ ഉഗാർട്ടയും കസിമീറയും എന്നല്ല കളിക്കുന്നത്. പുള്ളിയുടെ ഒരു സിസ്റ്റം ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മാറുമെന്ന് തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പുള്ളി എനിക്ക് അഡാപ്റ്റബിൾ ആണ്. ആള് പല ഫോർമേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ആള് തന്നെ പറഞ്ഞിട്ടുണ്ട് 4-4-2 യൂസ് ചെയ്യാറുണ്ട്, 3-5 ഫോർമേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അഡാപ്റ്റ് ചെയ്യുന്ന മാനേജേഴ്സ് ആണെങ്കിൽ ഓക്കെയാണ്. ഇവിടുത്തെ കൊച്ചു എന്ന് പറഞ്ഞാൽ അഡാപ്റ്റ് ചെയ്യില്ല. ഞാൻ 3-4-3 മാത്രമേ കളിക്കൂ, 3-4-3 മാത്രമേ റിസൾട്ട് കിട്ടൂ, എനിക്ക് ആ റിസൾട്ട് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ സാക്ക് ചെയ്തു. ഇതാണ് മാനേജർ സ്റ്റാൻഡ്. ഇപ്പം നിലവിൽ അങ്ങനെയാണ്. അപ്പോൾ ഗ്ലാൻസറെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മേ ബി എന്താ പറയുക, ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്ക് എന്ത് പ്രതീക്ഷ കൊടുക്കണ്ടേ? കാരണം റൂബൻ അമോറിം വന്നപ്പോൾ ഉള്ള ഹൈപ്പ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊക്കെ വിചാരിച്ചത് ഒരു സ്ട്രക്ചറൽ ഒരു മാനേജർ വന്നിരിക്കുന്നു, ഒരു ഫോർമേഷൻ ബേസ്ഡ് ആയിട്ടുള്ള, ഒരു സ്ട്രക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഗെയിം കളിക്കുന്ന ഒരു മാനേജർ വന്നിരിക്കുന്നു, കുറച്ചും കൂടി ബെറ്റർ ആവും, നല്ല സൈനിങ്സ് വന്നു. ഈവൻ തോ എനിക്ക് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വരെ നല്ല ഹോപ്പ് ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഫ്രണ്ട് ത്രീ മൊത്തം മാറി, ഫ്രണ്ട് ത്രീ മൊത്തം അഴിച്ചു കൊണ്ടിരുന്നു. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പ്രധാന പ്രശ്നം വെച്ചാൽ നമ്മൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്യേണ്ടായിരുന്നു, പക്ഷേ ഗോൾ അടിക്കാൻ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട് ത്രീ മൊത്തം മാറി. പക്ഷെ വീണ്ടും ഇതേ അവസ്ഥയിലേക്കാണ് പോകുന്നത്. പിന്നെ പറയുന്ന പേരാണ് സാവി ഹെർണാണ്ടസ്, മുൻ ബാഴ്സലോണ ലെജൻഡ് ആൻഡ് മുൻ ബാഴ്സലോണയുടെ കോച്ച് സാവി പറഞ്ഞോളം എന്താ കിട്ടിപ്പോയി എന്നുള്ളൊരു ഇതാണ് സാവി കോച്ചാവണതിനെ കുറിച്ച്. കാരണം നമുക്ക് പറയാം, പുള്ളിയുടെ ക്ലബിൽ തന്നെ പുള്ളി സക്സസ് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗ് ടൈറ്റിലൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളീനെ അവിടെ നിന്ന് സാക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഈ ലാസ്റ്റ്. പിന്നെ പുള്ളി ഇവിടെ വന്ന് ഇവിടുത്തെ തന്നെ ഒരു മിറാക്കിൾ ഉണ്ടാക്കൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഒരു പിടിയില്ല. പക്ഷെ പുള്ളി വന്നു കഴിഞ്ഞാൽ ഒരു ഹോപ്പുണ്ട്. കാരണം പുള്ളി ബാഴ്സലോണയിൽ വന്ന ആ ടൈമിൽ ബാഴ്സലോണയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വേഴ്സ്റ്റ് സിറ്റുവേഷനായി. അങ്ങനൊരു സിറ്റുവേഷനിൽ വന്ന മാനേജറാണ് അവിടുത്തെ അക്കാദമി പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്യാനും അവർക്ക് കൂടുതൽ ടൈം കൊടുക്കാനും സ്റ്റാർട്ടിങ്ങിൽ ഉള്ളതുകൊണ്ട് റൊട്ടേഷൻ പോളിസീസ് കണ്ടക്ട് ചെയ്യാനും സെറ്റ്. അങ്ങനെ സാവി ബിൽഡ് ചെയ്തെടുത്തൊരു ടീമിനെയാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാഴ്സലോണയിലെ ഒട്ടുമിക്ക പ്ലേയേഴ്സിനും സാവി ബിൽഡ് ചെയ്തെടുത്തൊരു ടീമിൽ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ വരുമ്പോൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ ഈവൻ ദോ ബെറ്റർ സാവി ഹെർണാണ്ടസ് ആണ്. പക്ഷെ പുള്ളിക്ക് പ്രീമിയർ ലീഗിൽ എക്സ്പീരിയൻസ് ഇല്ല. ഇത് നിങ്ങൾ ആ ലീഗിൽ കോച്ച് ചെയ്തു, ഈ ലീഗിൽ കോച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലില്ല. പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് കണ്ടതാണ് ടെൻ ഹാഗ് വന്നിട്ടും ഇപ്പോൾ റൂബൻ അമോറിം വന്നിട്ടും പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഒരു ഫാക്ടറാണ്. അതിന് ഏത് കോച്ച് വന്നാലും അത് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്ലേയേഴ്സിനെ വെച്ച് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ്. ഇനിയും ലീഗ്സ് വരുന്നുണ്ട്, ഇനിയും ഒരുപാട് മാനേജേഴ്സുകളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്ന, എനിക്ക് പ്രയോറിറ്റൈസ് കൊടുക്കുന്ന ഒരു 3 മാനേജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഒളിവർ ഗ്ലാൻസർ, ഒന്ന് സാവി ഹെർണാണ്ടസ്. ഈ 2 പേർക്കാണ് ഞാൻ കുറച്ചും കൂടി
ഒരു മുൻതൂക്കം കൊടുക്കുന്നത്. എനിക്ക് അറിയില്ല ബോൺപുറത്തിൻ്റെ മാനേജറെ വരുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ പറയുന്ന പേര് ഗാരറ്റ് സൗത്ത് ഗേറ്റാണ്. എൻ്റെ പൊന്നു വേണ്ട. ഇംഗ്ലണ്ടിൻ്റെ കളി കണ്ടവർക്കറിയാം, ഇംഗ്ലണ്ടിൻ്റെ കളി ഫോളോ ചെയ്തവർക്ക് അറിയാം സൗത്ത് ഗേറ്റ് എന്താണ്, സൗത്ത് ഗേറ്റ് എങ്ങനെയാണ് എന്നുള്ളത്. പുള്ളി വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, പുള്ളി വന്നു കഴിഞ്ഞാൽ തീർന്നു, കഴിഞ്ഞു, കഥം. ആ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എനിവേ, നിങ്ങൾക്ക് ആരാണ് യുണൈറ്റഡിൻ്റെ ഒരു കോച്ചാവാൻ സാധ്യത കൂടുതലെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക.